ഈ CPM-മായി നേർക്കുനേർ കടന്നാക്രമണം നടത്തുന്ന വാക്കുകളിലൂടെയും അല്ലാതെയും നേർക്കുനേർ കടന്നാക്രമണം നടത്തുന്ന കെ സുധാകരൻ പക്ഷേ BJP-യോട് മൃദു സമീപനം കാട്ടുന്നതിന് പിന്നിൽ മറ്റ് ചില ലക്ഷ്യങ്ങളുണ്ട് എന്ന ആരോപണം താങ്കൾ ഈ അധ്യക്ഷ പദവി ഏറ്റപ്പോൾ മുതൽ കേൾക്കേണ്ടി വരുന്നതാണ്. ഇതിലെന്താണ് ഞാൻ കാണിച്ച മൃദു സമീപനം എന്താണെന്ന് തന്നെ ആദ്യം ബോധ്യപ്പെടുത്തും. BJP-യോട് ഞാൻ കാണിച്ച മൃദു സമീപനം എന്താണ്? ഞാൻ ആരേക്കാളേറെ, ഏത് രാഷ്ട്രീയ പാർട്ടിയേക്കാളേറെ ഞാൻ രാഷ്ട്രീയമായി എതിർക്കുന്നത് BJP-യാണ്. ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാണ്. ഇങ്ങനെ ഒരു ഭരണം ഇന്ത്യ രാജ്യത്ത് ചരിത്രത്തിൽ ആദ്യമാണ്. നമുക്കൊന്നും ഇഷ്ടപ്പെടാത്ത ജനാധിപത്യ മതേതരത്വത്തിന് വിരുദ്ധമായി മതേതര ശക്തികൾക്കെതിരെയുള്ള പോരാട്ടം നടത്തി ഭരണം ദുരുപയോഗം ചെയ്തൊരു ഗവൺമെൻറ്റാണ് BJP ഗവൺമെൻറ്. ആ ഗവൺമെൻറ്റോടൊന്നും പിന്നെ ഇത് ചെയ്യാൻ എന്താ പറയുക സന്ധി ചെയ്യാൻ ഞാൻ ഉണ്ടാവില്ല. ഒരിക്കലും ഞാൻ BJP-ക്ക് അനുകൂലമായി എവിടെയെങ്കിലും സംസാരിച്ചിട്ടുമില്ല. ഒരിക്കലും ഞാൻ അവർക്ക് നല്ല വാക്ക് പറഞ്ഞിട്ടുമില്ല, പറയേണ്ടി വന്നിട്ടില്ല, ഒരവസരം അങ്ങനെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് കണ്ടാൽ ചിരിക്കും, അതിനപ്പുറത്തൊരു ലോകിയുമില്ല ആരുമായിട്ടും. അല്ല, അങ്ങ് ഒരു അവസരത്തിൽ നേരത്തെ നടത്തിയ ഒരു പ്രസ്താവനയാണ് ഇത്തരത്തിൽ ദുർവ്യാഖ്യാനം. അതായത് ശാഖകൾക്ക് കാവൽ നിൽക്കേണ്ട സാഹചര്യം. അത് നിങ്ങൾ കാണേണ്ടത് RSS-നല്ല ഞാൻ കാവൽ നിൽക്കുന്നത്. പക്ഷേ RSS-ൻ്റെ ശാഖയാണിത്. ഞാൻ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു മൈതാനാണ്. ആ മൈതാനത്ത് കുറേ കുട്ടികൾ വൈകുന്നേരം വന്നിട്ട് ഈ എക്സസൈസ് ചെയ്യുന്നു. ആ ചെയ്യുമ്പോൾ CPM-കാർ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ CPM-കാർ വന്ന് അടിച്ച് ഓടിക്കുന്നു. ആ ഓടിക്കുന്ന അവരുടെ എതിർപ്പുണ്ടല്ലോ, എല്ലാവർക്കും സ്വാതന്ത്ര്യമില്ലേ. CPM-ൻ്റെ ആളുകൾക്ക് പരിശീലനം ചെയ്യാമെങ്കിൽ BJP-ക്ക് ചെയ്തുകൂടെ, കോൺഗ്രസ്സിന് ചെയ്തുകൂടെ? അപ്പോൾ അതിൽ നിന്ന് വന്നൊരു ഇതാണ്, അല്ലാതെ CPM-ഓടുള്ള സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ മറ്റൊന്നുമല്ല. CPM-കാർ ആ കുട്ടികളെ തച്ച് കാല് മൊട്ടിച്ച് വടികൊണ്ടടിച്ച് പൊട്ടിച്ചത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയതിനകത്തിന് മനസ്സിന് പ്രയാസം. ഞാൻ അപ്പോൾ അതിൻ്റെ ആളുകളെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ നാളെ മുതൽ കളിക്കും, ഞാനിവിടെ എൻ്റെ പിള്ളേരിടാമെന്ന് പറഞ്ഞു. എൻ്റെ പിള്ളേർ അവിടെ നിന്നു ഇട്ടു. ഒരു 1-2 ആഴ്ച ഇട്ടു. അവരങ്ങ് മടങ്ങിപ്പോയി. എല്ലാവരും നമ്മുടെ പിള്ളേർ പോയി. അത്ര തന്നെ. അതിലാണ്ട് ഒരിക്കലും അവർക്ക് വേണ്ടി ഒരു സർവീസ് ചെയ്തതല്ല. ഞാനിത് റിയാലിറ്റി പറയുന്ന എനിക്കത് ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞൂടെ? ഞാൻ പറയുന്നില്ലല്ലോ, ഞാൻ സത്യം പറയാണ്. ഞാൻ ചെയ്തിരിക്കുന്നത് അവരുടെ ഒരു മനുഷ്യത്വം, ആ കുട്ടികൾ സഹിച്ച പ്രയാസം, ദുരിതം, കഷ്ടപ്പാട്, ആ കഷ്ടപ്പാടിനൊരു മോചനം കൊടുത്തതാണ് ആ കുട്ടികൾക്ക്. അല്ലാതെ അതിനകത്ത് RSS-ഓടോ BJP-യോടോ എന്നേരം നിനക്ക് RSS-നെ കുറിച്ച് അറിയുന്നില്ല. എൻ്റെ വയസ്സും പ്രായമല്ല. അതാണ്. സതീശനുമായിട്ടാണോ രമേശ് ചെന്നിത്തലയുമായിട്ടാണോ, ഇവരിൽ ആരുമായിട്ടാണ് രണ്ടുപേരോടും പൊളിറ്റിക്കൽ ഇൻറ്റിമസി? രണ്ടുപേരോടും പൊളിറ്റിക്കൽ ഇൻറ്റിമസി തന്നെ. പ്രതിപക്ഷ നേതാവോട് എനിക്ക് പൊളിറ്റിക്കൽ ഇൻറ്റിമസി ഇല്ലാതിരിക്കുമോ? മുൻ പ്രതിപക്ഷ നേതാവും ഇന്നത്തെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറും ഒക്കെ ആയ രമേശ് ചെന്നിത്തലയുടെ എനിക്കങ്ങനെ അദ്ദേഹത്തോട് ഞങ്ങൾ വളരെ സൗഹാർദ്ദത്തിലാണ് ഏറെയും. ഈ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം പ്രഖ്യാപിച്ചതിന് പിന്നാലെ നടന്ന ഒരു വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അത് പരസ്യമായി മറനീക്കുന്ന സാഹചര്യം, അങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കേണ്ടിയിരുന്നതാണ് എന്ന് എപ്പോഴെങ്കിലും അങ്ങേക്ക് തോന്നിയിട്ടുണ്ട്? പത്രസമ്മേളനത്തിൽ തീർച്ചയായിട്ടും ഒരുപാട് വിമർശനങ്ങൾക്ക്, അഭ്യൂഹങ്ങൾക്കൊക്കെ അത് വഴിവെച്ചിരുന്നു. പത്രസമ്മേളനത്തിൻ്റെ അകത്ത് ഞാനൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഞാനതിന് വിധേയനായിപ്പോയി. ആവശ്യമില്ലായിരുന്നു. ആ കാര്യങ്ങൾ പറഞ്ഞ് പിന്നീട് സെറ്റിൽ ചെയ്തു. പിന്നെന്താ? തീർച്ചയായിട്ടും. അപ്പോൾ 2 ചോദ്യങ്ങൾ കൂടി മാത്രമാണ് അങ്ങേക്ക് തിരക്കുണ്ടെന്നറിയാം. അതായത് ഈ SNDP-യുമായും വെള്ളാപ്പള്ളി നടേശനുമായും അങ്ങേക്ക് നേരത്തെ മുതൽ ഒരു ആത്മബന്ധമുണ്ട് എന്ന കാര്യം ഞങ്ങൾക്കറിയാം. പക്ഷേ ഈ KPCC-യുടെ അധ്യക്ഷ പദവിയിൽ കെ സുധാകരൻ തന്നെ തുടരണം എന്ന ഒരു നിലപാടിന് പിന്നിൽ NSS-ൻ്റെ ഒരു സ്വാധീനം കൂടി ഉണ്ടായിരുന്നു. NSS-ഉം ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ G. സുകുമാരൻ നായരുമായും ഈ വെള്ളാപ്പള്ളി നടേശനുമായിട്ടുള്ള അതേ ആത്മബന്ധം തന്നെ അങ്ങ് കാത്തു സൂക്ഷിക്കാൻ? ഞാൻ ഇവരോടെല്ലാം ഒരേപോലെ നല്ല ബന്ധം മെയിൻറ്റെയിൻ ചെയ്യുന്നവരാണ്. സുകുമാരേട്ടനെയും ചേട്ടനെയും കാണാൻ പോകാറുണ്ട്. വെള്ളാപ്പള്ളി ചേട്ടൻ ഇന്നലെ വരെ ഞാൻ ഫോൺ ചെയ്തിരുന്നു. പുള്ളിക്ക് സുഖമില്ല, കിടക്കുകയെന്ന്. അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു. അതുപോലെ നമ്മൾ ബിഷപ്പുമാരെയൊക്കെ ഞാൻ മിക്കവാറും ബിഷപ്പുമാരെയും ഞാൻ നേരിട്ട് കാണാറുണ്ട്. എനിക്ക് അതിനോടൊക്കെ ബഹുമാനമാണ്, ആദരവാണ്. അവരെയൊക്കെ എന്നും നമ്മളിരുന്ന സമൂഹത്തിൻ്റെ ഒരു വലിയ വിലമതിക്കാനാകാത്ത സ്വത്താണെന്ന് കരുതുന്നവരാണ് ഞങ്ങളൊക്കെ. അതുകൊണ്ട് അത് എല്ലാവർക്കും ബാധകമാണ്. അത് രണ്ടാൾക്ക് മാത്രമല്ല. ഓക്കെ. ഈ മതസംഘടനകളുടെ, സാമുദായിക സംഘടനകളുടെ പ്രതിനിധികൾക്ക് രാഷ്ട്രീയത്തിൽ അഭിപ്രായം പറയാനും അവരുടെ അഭിപ്രായങ്ങൾക്ക് പ്രസക്തി ഉണ്ട് എന്നും അങ്ങ് ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്? തീർച്ചയായിട്ടും. അവർ പൊതുരംഗത്ത് നിൽക്കുന്ന ഒരാളല്ലേ. ആ പൊതുരംഗത്ത് നിൽക്കുമ്പോൾ അവർക്ക് അനുഭവത്തിൻ്റെ ഒരുപാട് സമ്പത്തില്ലേ. അത് നമ്മൾ ശരിയും തോന്നുന്നത് നമ്മൾ സ്വീകരിക്കണ്ടേ? അതെടുക്കും. തെറ്റാണെങ്കിൽ തെറ്റാന്ന് അവരുടെ മുഖത്ത് നോക്കിയിട്ട് ഞങ്ങൾ പറയും.
എൻ്റെ ഒരു നേച്ചർ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ മുഖത്ത് നോക്കിയിട്ട് തെറ്റാണെങ്കിൽ ഇത് തെറ്റാന്ന് യു ആർ റോങ് എന്ന് ഞാൻ പറയും. ഞാൻ ശരിയാണെങ്കിൽ ശരിയാന്ന് പറയും. അപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും KPCCയുടെ പുനഃസംഘടനയുമെല്ലാം ഈ കൃത്യമായി സാമുദായിക സംഘടനകളുടെ പ്രാതിനിധ്യം കൂടി ഉറപ്പാക്കിക്കൊണ്ട് തന്നെയായിരിക്കും. നിശ്ചയമായും അത് കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ പാരമ്പര്യമാണത്, കീഴ്വഴക്കമാണത്. നമ്മൾ അങ്ങനെ തന്നെ എല്ലാ കാലത്തും എല്ലാവരും ചെയ്യാറ് അങ്ങനെ തന്നെയാണ്, ഞങ്ങളും ചെയ്യാറ് അങ്ങനെ തന്നെയാണ്. വരാൻ പോകുമ്പോഴും ഞങ്ങൾ അത് തന്നെ ചെയ്യാൻ പോകണം. അവസാനമായി ഒരു ചോദ്യം കൂടി. കേരളത്തിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു 10-15 വർഷമായി പിണറായി വിജയൻ എന്ന ഒരു മുഖത്തെ ഉയർത്തിക്കാണിച്ചുകൊണ്ടാണ് CPM തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. 2 തവണ അവർക്ക് രാഷ്ട്രീയമായ ഒരു വലിയ വിജയം ആണ് നേടിക്കൊടുത്തത്. ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പുകളിൽ വലിയ രാഷ്ട്രീയ പോരാട്ടം നടന്ന സ്ഥലങ്ങളിൽ പോലും കൃത്യമായി പിടിച്ചു നിൽക്കാൻ അവർക്ക് കഴിഞ്ഞു. അവിടെ അവർ ഒരു സിംഗിൾ മുഖം ഉയർത്തിക്കാണിച്ചുകൊണ്ട്, അങ്ങനെ ഒരു മുഖം ഉയർത്തിക്കാണിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ UDF തയ്യാറായില്ല എങ്കിൽ UDFന് തിരിച്ചടി ഉണ്ടാകുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുമുണ്ട്. അവിടെ അങ്ങനെ ഒരു മുഖം ഉയർത്തേണ്ടതിൻ്റെ പ്രാധാന്യമുണ്ട് എന്ന് അങ്ങ് കരുതുന്നുണ്ടോ? പിണറായി വിജയൻ്റെ സ്വന്തം നിയോജക മണ്ഡലത്തിൽ മത്സരിച്ച് ഭൂരിപക്ഷം വാങ്ങിയ MP ആണ് ഞാൻ. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം അന്നല്ല, ഇപ്പം അടുത്തല്ലേ, ഞാനിപ്പോൾ വീണ്ടും മത്സരിച്ചപ്പം കിട്ടിയതല്ലേ പറയുന്നത്. ഞാൻ എവിടെ നിന്നാണ് വോട്ട് ഇത്രയും ഭൂരിപക്ഷം വാങ്ങിയത്? 1,22,000 വോട്ട് ഇല്ലല്ലോ, അത് കമ്മ്യൂണിസ്റ്റ് കോട്ടയല്ലേ. അല്ല, അങ്ങ് വിചാരിച്ചിരുന്നില്ല? ഇല്ല, ഇത്ര ഭൂരിപക്ഷമൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ജയിക്കും എന്നെനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. പക്ഷേ ഇല്ല, പ്രതീക്ഷിച്ചിട്ടില്ല. അത് പ്രതീക്ഷിച്ചില്ല. കിട്ടിയെന്ന് മാത്രമല്ല, ആ കിട്ടിയതിൻ്റെ പിറകിലുള്ള ചേതോവികാരം അത് ഓരോന്നോരോന്ന് അന്വേഷിച്ചറിയുമ്പോൾ എനിക്ക് അത്ഭുതപ്പെട്ടു. നിങ്ങൾക്ക് ഇതിനു മുമ്പൊന്നും പറയാൻ കഴിയില്ല. ഒരുപാട് ബന്ധങ്ങൾ ആ ബന്ധങ്ങളെല്ലാം എനിക്ക് അനുകൂലമാകുന്ന രീതിയിലേക്ക് പ്രതികരിച്ചു. ജാതിയും മതവും ഒന്നും നോക്കാതെ, രാഷ്ട്രീയം ഒന്നും നോക്കാതെ. എന്തുകൊണ്ട്? ഇടതുപക്ഷക്കാരടക്കമാണ് പറയുന്നത് ഞാൻ. അപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റിഫ്ലക്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. പിന്നെന്താ സംശയം കാര്യത്തിൽ? നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ അകത്തും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് CPMലെ സാധാരണ പ്രവർത്തകന്മാർക്ക് പോലും പിണറായി വിജയനോട് കണ്ടുകൂടാ. പിണറായി വിജയനോട് അസഹിഷ്ണുതയാണ്. പ്രാദേശിക കമ്മിറ്റികളിൽ പലപ്പോഴും പലയിടങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. പുറത്തറിയാത്തത് കൊണ്ടാണ്. ഇദ്ദേഹത്തിൻ്റെ നയത്തെ അവിടെ CPMൻ്റെ അകത്തുള്ള പ്രവർത്തകന്മാർ ഏറെയും ഇഷ്ടപ്പെടാത്തതാണ്. ആ ഇഷ്ടപ്പെടാത്ത പിണറായി വിജയനെ പിന്നെ എവിടെയാണ് ആളുകൾ സ്വീകരിക്കുക?